വയലാർ എഴുതും ഇതുപോലെ. OMV പോലും എഴുതത്തില്ല. അമ്മാതിരി വരികളല്ലേ. അർത്ഥങ്ങൾ വടിഞ്ഞൊഴുകും സുനയുടെ എന്താ മറ്റേ കൊണച്ച ആൽബം. അതുപോലെ തന്നെ രണസുന എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പേരോ എൻ്റെ ഫോട്ടോയോ വച്ചാൽ മതി, ഇവിടെ വ്യൂസിന്റെ പൂരമാണെന്നും പൂര കൊടിയേറി മക്കളെ എന്നാണ് രണസുന ഇടക്കിടക്ക് പറയുന്നത്. അതിനൊരു അറുതി വരുന്ന രീതിയിലുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ആരും പറയില്ല കേട്ടോ, നിങ്ങൾ കണ്ടതോ കണ്ട് ആരും പറയാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ രണസുനയുടെ വീഡിയോ ഞാൻ നിർത്തണം എന്നുള്ളവരും താഴെ കമന്റ് ചെയ്യുക, തുടരണം എന്നുള്ളവരും താഴെ കമന്റ് ചെയ്യുക. ഭൂരിപക്ഷം നോക്കിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം സുഹൃത്തുക്കളെ. അപ്പം എല്ലാവരും ആവോ ജൽദി ആവോ. അപ്പൊ രണസുനയുടെ ഒരു റീലാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. സീൻ മോനെ, ആരടാ നമ്മുടെ രണസുനെ ഇത്രയും ഭംഗിയായിട്ട് പടം വരച്ച് അപമാനിച്ചത്? ശരിയല്ല, നമ്മൾ ഫാൻസും ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കരുത് എപ്പോഴും. രണസുന ഫാൻസ് താഴത്തില്ലടാ, താഴാനും പാടില്ല പൊങ്ങാനും പാടില്ല. പൊങ്ങിയ തീർന്ന്. എന്തായാലും രണസുന ഫാൻസിനൊന്നും പൊങ്ങത്തില്ല, അത് വേറെ കാര്യം. താഴേ ഉള്ളൂ. അത് വിട്, അതല്ലല്ലോ ഇവിടത്തെ വിഷയം. എന്തോ വലിയ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. രണസുനെ പടം വരച്ച് അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണസുന ഇട്ടിട്ടുള്ളത്. അടുത്ത പ്രാവശ്യം അടുത്ത ഇലക്ഷന് 5 വർഷം കഴിഞ്ഞുള്ള അടുത്ത ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥിയായി നമ്മുടെ രണസുന മത്സരിക്കണം. വേറൊന്നും കൊണ്ടല്ല, അഖിൽ മാരാറും മറ്റവരൊക്കെ ചക്ക ചിഹ്നത്തിൽ നിന്ന്, റോബിൻ അടക്കം ചക്ക ചിഹ്നത്തിൽ നിന്ന് തോറ്റു തുന്നം പാടിയതുപോലെ ആ ഒരു ചരിത്രം മാറ്റി എഴുതി രണസുന ഇവിടെ വിജയിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. രണസുന എപ്പോഴും പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്നാണ്. എന്തായാലും ആ ആൾക്കാരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് അടുത്ത MLA സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ രണസുന മത്സരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷൻ കാണാം. സൗണ്ട് ഇല്ലടാ, ഇവക്ക് സൗണ്ട് ഇല്ല. എക്സ്പ്ലനേഷൻ മൂഞ്ചി. അപ്പോൾ എക്സ്പ്ലനേഷൻ കാണണ്ട. വളരെ വിഷമത്തി രണസുന ആ ഫോട്ടോ വെച്ച് കാണിക്കുന്നതാണ്. നിങ്ങൾ കണ്ടോളൂ, കൺകുളിർക്കെ കണ്ടോളൂ. ഇല്ലടാ സൗണ്ട് ഉണ്ടോ? എനിക്ക് തെറ്റ് പറ്റിയത്. ഞാൻ ഓളയും കൂട്ടാതെ പൊട്ടണ പോലെ വെച്ചോണ്ടിരുന്ന പിന്നെ എവിടെ ഓളയും കയറും. രണസുന നീ പറയട്ടെ, നിന്നെ ഞാൻ സംശയിച്ചു. അങ്ങനെ പറയരുത്, പ്രതികരിക്കണം. രണസുന പ്രതികരിച്ചില്ലേ പിന്നെ ആര് പ്രതികരിക്കും? അത് മോശമാണ് കേട്ടോ, പ്രതികരിക്കണം. അത് ഒരുത്തൻ അവന്റെ കലാപരമായിട്ടുള്ള കഴിവേറിയവൻ കഴിവിലോട്ട് മാറ്റി വരച്ച് കാണിച്ചെന്നാണ്. ഇനിയിപ്പോൾ എന്താ രണസുന ഇങ്ങനെ? പക്ഷെ ഒരാളെ പണം വരച്ച് അപമാനിക്കില്ല കേട്ടോ. നീ വേണമെങ്കിൽ എന്നെ വരടാ, എന്നെ എന്ത് വേണം വരും. തവള എന്നാ, കുരങ്ങൻ എന്നാ, പട്ടി എന്നാ, പൂച്ച എന്നാ, എല്ലാം നല്ല മൃഗങ്ങളാണ്. അല്ലെങ്കിൽ വല്ല ചീവീട് എന്നെ വേണമെങ്കിലും എന്നെ വെച്ച് വരച്ച് വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ രണസുനെ പോലെ ഇങ്ങനെ എന്നെ അപമാനിച്ചെന്നോ ബോഡി ഷെയിം ചെയ്തെന്നോ പറഞ്ഞാൽ തളരത്തില്ല. കാരണം ഒരുപാട് കേട്ടിട്ടുള്ളവനാ. താഴത്തില്ലടാ, താഴും. ഓക്കെ, അതുകൊണ്ട് എനിക്കതൊന്നും വിഷയമുള്ളൊരു കാര്യമല്ല. നിങ്ങൾ കളിയാക്കൂ, എന്നെ കളിയാക്കൂ. നമ്മുടെ രണ ചേച്ചി വിട്. ഇത്രയും ഫാൻസ് ക്ലബുള്ള രേണുസുതിയെ നിങ്ങൾ എന്തിനു അപമാനിക്കുന്നു? നിങ്ങൾ എന്നെ പടം വരച്ച് അപമാനിക്കൂ. രേണുസുതിക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്, മരിക്കാൻ വേണ്ടി ജീവിക്കാനും തയ്യാറാണ് ഞാൻ. അപമാനിച്ചില്ലടാ നീ കൊച്ചിനെ. എലിപ്പെട്ടിയാ? ആറാ എലിയുമായിട്ട് സാദൃശ്യം ചെയ്തത്? നോ, ഇറ്റ്സ് അൺസൈക്കബിൾ. ബോഡി ഷേമിങ് നമ്മൾ വച്ച് പൊറപ്പിക്കുന്നതല്ല. രണസുന ഇങ്ങനെ നീയൊക്കെ കളിയാക്കരുത്. നീക്ക് എന്നെ നിനക്കൊക്കെ എന്നെ ആക്കാടാ. എന്നെ എലിപ്പട്ടി എന്നാ പരപ്പട്ടി എന്നാ എന്താണെന്നാ വിളിച്ചോ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷെ രണസുന പറയരുത്, നെഞ്ചിൽ കുടിയെടുക്കും. അല്ല, എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഈ പടം വരയ്ക്കേണ്ടത്. അങ്ങനെയൊന്നുമില്ല രേണു, നീ ഷൂടാവല്ലേ. ശൂത്തക്കുരുവി സാരി ഈസ് മൈ കിളി നോട്ട് കുരുവി, ട്രൗസർ ഉറുവി നോട്ട് ഷർട്ട് മൈ കാട്ടേൻ കുരുവി, വിണ്ണില്ലപ്പാ പീ 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 കണ്ണാടി പഠിച്ചിക്കറേ. അതുകൊണ്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഒരാൾ പടം വരച്ചതെന്ന് പറയരുത്. അവന്റെ കഴിവ് കൊണ്ട് കലാപരമായിട്ട് അവൻ വരച്ചടാ. എന്ത് സാഹചര്യത്തിലൂടെയാണ് രേണു പറ? എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. എല്ലാവരും എങ്ങനെ എപ്പോഴും രേണുവിനെ കളിയാക്കില്ല കേട്ടോ. ഒരുപാട് പേര് അപമാനിക്കുന്നുണ്ട്. ഞാൻ മാത്രമാണ് രേണുവിനെ ഇടയ്ക്കിടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എല്ലാവരും രേണുവിനെ വളരെയധികം മോശമായിട്ട് അപമാനിക്കുന്നുണ്ട്. പുഷ്പ താഴത്തിലാടാ എന്ന് പറയുന്നത് പോലെ രേണുസുതിയെ നമ്മൾ എപ്പോഴും കളിയാക്കരുത്, പരിഹസിക്കരുത്. ഇനി എന്തായാലും രേണുസുതി ആർമി നമ്മൾ തുടങ്ങണം. ഓക്കെ,
ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് ഏനോ അവിടെയാണ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. നിന്നെ കളിയാക്കുന്നതും നിന്റെ അവസ്ഥ എന്താണോ വോട്ടവർ അത് ഇവിടെ ആർക്കും അറിയത്തില്ല. നീ പറയാതെ നിന്റെ അവസ്ഥ നമുക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. പക്ഷെ നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടിയതിനാണ് ആൾക്കാർ നിനക്ക് മറുപടി തന്നത്. അതുപോലെ തന്നെ രേണു നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഒരു സമയത്ത് ആൾക്കാരെല്ലാം നെഞ്ചിലേറ്റിയിരുന്നു. സുധിയുടെ മരിച്ചുപോയ സുധിയുടെ വൈഫ് എന്ന രീതിയിലും നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്ന് കണ്ട് നാട്ടുകാർ നിങ്ങളെ നെഞ്ചിലേറ്റി. അതിനുശേഷം നീ ദാസപ്പനുമായിട്ടൊക്കെ ഒരു ചന്തു കുടഞ്ഞൊരു സൂര്യൻ മാനത്ത് ആ വീഡിയോ ഇട്ടപ്പോഴും നിനക്ക് നെഗറ്റീവ് വന്നപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളുണ്ട്, ഞാൻ അടങ്ങുന്ന ജനങ്ങൾ. പക്ഷെ പിന്നെ പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണിച്ച് സ്വയം നശിച്ചു നാറാണത്തായി സ്വയമേ നീ നിന്നെ തന്നെ തൊലച്ചു, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അങ്ങനെ നശിപ്പിച്ചിട്ട് നീ ഒരുപാട് ചിലപ്പോൾ പൈസ നേടിക്കാണും, ഫെയിം നേടിക്കാണും, വോട്ടവർ. പക്ഷേ ലൈഫിൽ നീ ബിഗ് സീറോയാണ്. ലൈഫിൽ നീ ബിഗ് സീറോ ആണ് രേണുസുതി, അതിലൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് നീ കാണിച്ചു കൂട്ടിയതിനാണ് നാട്ടുകാർ നിന്റെ എടുത്തിട്ട് അലക്കിയത്. അല്ല നിന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ആർക്കും ഒരു ദേഷ്യമില്ല. അത് നീ മനസ്സിലാക്കണം. നീ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, പിന്നെ നീ ഈ പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടിയിട്ട് നീ പലരെയും തെറി വിളിക്കുന്നതും നീ പിന്നെ കാട്ടിക്കൂട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളടക്കം പുറത്തു വന്നപ്പോഴാണ് നിന്നെ ആൾക്കാർ വിലയിരുത്തിയത്. എന്തിന് ലാസ്റ്റ് സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് ചുണ്ട് കടികല കണ്ണ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴേ നാട്ടുകാർ നിന്നെ വിലയിരുത്തി. നീ എത്രത്തോളം ആണെന്ന് നാട്ടുകാർ നിന്നെ ജഡ്ജ് ചെയ്തു. നിനക്ക് നെഗറ്റീവിന്റെ പൂരമായി. ഇവിടെ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ജീവിക്കാൻ വേണ്ടിയിട്ട് തുണി അഴിക്കുന്നതല്ല അവിടെ അഭിമാനം. തുണി അഴിക്കാണ്ട് അവള് ജീവിച്ച് കാണിക്കണം. അപ്പോഴാണ് അവൾക്ക് അവിടെ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുള്ളത്. മനസ്സിലായ? തുണി അഴിച്ചുകൊണ്ട് ജീവിക്കാൻ ഏതൊരു സ്ത്രീക്കും ഇവിടെ പറ്റും. മനസ്സിലായി? ഏതൊരു സ്ത്രീക്കും തുണി അഴിച്ച് ജീവിക്കാൻ പറ്റും. പക്ഷെ അതേ സ്ഥാനത്ത് തുണി അഴിക്കാണ്ട് സ്വന്തം മക്കളെയും പോറ്റി കുടുംബത്തെയും പോറ്റി സ്വന്തമായിട്ട് ജീവിച്ചാൽ, ഒരു നേരത്തെ കഞ്ഞി കുടിച്ചാണ് ജീവിച്ചതെങ്കിലും അന്തസ്സോടെ ജീവിച്ചു കഴിഞ്ഞാൽ അതാണ് ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായ? അല്ല തുണി അഴിച്ച് ജീവിക്കുന്നതല്ല ഇവിടെ അന്തസ്സും ഒരു ഇതുള്ളത്. അത് മനസ്സിലാക്കിയ രേണുവിന് കൊള്ളാം. നീ ഇപ്പൊ എന്ത് സിറ്റുവേഷനിലാണ് പോകുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി സഹതാപത്തിന് വേണ്ടിയിട്ട് നീ പറയുന്ന ഡയലോഗുകളാണോന്നും അറിയത്തില്ല. എന്തായാലും വോട്ടവർ, നീ നന്നായാൽ നിനക്ക് കൊള്ളാം. ഇനിയുള്ള കാലമെങ്കിലും നന്നായിട്ട് തിരിച്ചു വരാൻ നോക്ക്. നീ മാപ്പ് പറഞ്ഞ് ഇനി ഇമാതിരി അപരാധം കാണിക്കില്ലെന്ന് പറഞ്ഞ് ജനങ്ങളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ജനങ്ങൾ നിന്നോട് കൊടുക്കും. ചിലപ്പോൾ നീ കാണിച്ചു കൂട്ടി എല്ലാ അപരാധങ്ങളും മറക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരാണ്, മറക്കാനും പൊറുക്കാനും ഉള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നീ ഈ പേക്കൂത്തുകളും ഊളത്തനങ്ങളും ഇവിടെ കിടന്ന് ഇനിയും കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ വെറുക്കത്തേ ഉള്ളൂ. അത് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. എന്തോ വിഷമം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും പറ, ചിലപ്പോൾ ഒരു പക്ഷേ റിഗ്രറ്റ് അടിക്കുന്നുണ്ടായിരിക്കും. ഇമാതിരി പേക്കൂത്തുകൾ അതും ഇതുമൊക്കെ ചെയ്ത് ഇങ്ങനെ അഴിഞ്ഞാട്ടങ്ങൾ കാണിച്ച് ഇപ്പം ഞാൻ ഒന്നുമല്ല ബിഗ് സീറോ ആയെന്ന് ചിലപ്പോൾ നിനക്ക് തോന്നും. പക്ഷെ ഇതിന് പുറമെ വീണ്ടും കൊണ്ട് അപരാധം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നാട്ടുകാർ വലിച്ചെടുത്ത് ഉടുക്കും. കേട്ടാ? അത് ആദ്യം മനസ്സിലാക്കി നിനക്ക് കൊള്ളാം. എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു എടി ഇത്രയും കാലം എലിയും പല്ലി എന്ന് പറഞ്ഞിട്ട് സങ്കടം വരാത്ത നിനക്ക് ഇപ്പൊ എന്നാത്തിനാ സങ്കടം വന്നത്? എന്നെ എന്തൊക്കെ പറയുന്നുണ്ടെന്ന് പറയുമോ? മറ്റത് മറിച്ചതെന്നൊക്കെ ഇഷ്ടം പോലെ പറയണമുണ്ട്. നമ്മൾ ഇതുവഴി കേട്ട് ഏതൊക്കെ വഴിയൊക്കെ പോകും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നീയല്ലേ പറയുന്നത് നെഗറ്റീവ് പോരട്ടെ. എന്ത് പറ്റി? ഒരു ഉഷാറില്ല, ഒരു തളർച്ച, ഒരു ക്ഷീണം, എന്ത് പറ്റിയിട്ടേണോ അറിയില്ല. അതുകൊണ്ട് നീ നന്നായാൽ നിനക്ക് കൊള്ളാം, നിന്റെ കുടുംബത്തിനും കൊള്ളാം. എനിക്കതേ പറയാനുള്ളൂ. അല്ലാണ്ട് നിന്നെ ഇവിടെ ആരും തീർക്കാനോ കൊല്ലാനോ ഒന്നും ശ്രമിക്കുന്നൊന്നുമില്ല. പക്ഷെ നന്നായിട്ട് ഇനിയെങ്കിലും ജീവിക്കാൻ ശ്രമിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് പൊങ്കാലയിടുക. ഇമാതിരി അപരാധ റീലുകൾ, അപരാധ ഷോർട്ട് ഫിലിമുകളും അപരാധ മെമ്പർഷിപ്പുകളും കൊണ്ടിട്ട് കഴിഞ്ഞാൽ, സബ്സ്ക്രിപ്ഷൻ വീഡിയോ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ നിന്നെ പിടിച്ചെടുത്ത് ഉമ്മ വയ്ക്കണോ? പക്ഷെ എന്തോന്നടി, ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാൻ. നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളും പേക്കൂത്തുകളും കാണുമ്പോൾ നിന്നെ കുത്തി നോവിക്കാനേ നാട്ടുകാർക്ക് തോന്നത്തുള്ളൂ. ഒരു മനുഷ്യന് പോലെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ കാണും. പക്ഷെ ഇന്നേവരെ ജീവിതത്തിൽ ആരെയും ബോഡി ഷേമിങ് ചെയ്യാത്ത ആൾക്കാർ ഉൾപ്പെടെ നിന്നെ പട്ടിത്താഴ്ത്ത് പരിഹാസത്തിലൂടെ കളിയാക്കുന്നുണ്ടെങ്കിൽ നീ അത്രയും വെറുപ്പ് സമ്പാദിച്ച് വച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം സ്വയമേ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. കേട്ടോ? അത്രയും പറയണമെന്ന് തോന്നി. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. സുധിയായിരിക്കും ഇത് ഭയങ്കര ബാഡായിപ്പോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വിഷമം. നമ്മൾ ഹാപ്പി ആയിട്ടൊക്കെ തന്നെ, വലിയ കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ല, വലിയ ഹാപ്പി ഒന്നും അല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. നന്നായാൽ നിനക്കുകൊള്ളാം. നന്നായാൽ ഇനിയും സമയമുണ്ട്. ഇനി സമയമുണ്ടെന്ന് കാണിച്ചു കൂട്ടിയതെല്ലാം നാട്ടുകാരെ മനസ്സിൽ കാണും. പക്ഷെ അറ്റ്ലീസ്റ്റ്
ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞ് വന്ന് തുറന്നു പറഞ്ഞാൽ കൂടി ചിലപ്പോൾ നാട്ടുകാരനെ അക്സെപ്റ്റ് ചെയ്യും. ഇമാതിരി അപരാധങ്ങൾ ഇനി കാണിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു ജീവിതമേ ഉള്ളൂ, ഒറ്റ ജീവിതമേ ഉള്ളൂ. നമ്മൾ അന്തസ്സോട്ട് ജീവിക്കാൻ ശ്രമിക്കും. നമ്മളുടെ ലൈഫിൽ എല്ലാവരുടെ ലൈഫിലും മിസ്റ്റേക്കുകൾ പറ്റാറുണ്ട്, തെറ്റ് പറ്റാറുണ്ട്. ഇപ്പം ഞാൻ ഈ 100% നല്ലവനെന്നോ അല്ലെങ്കിൽ ലോകം കണ്ട നന്മവരെന്നോ ഒന്നും പറയത്തില്ല. പക്ഷെ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കൊടുക്കുന്ന മെസ്സേജുകൾ റൈറ്റ് ആയിരിക്കണം. ഇങ്ങനെ അപരാധങ്ങളും കാണിച്ച് നാട്ടുകാരുടെ മുന്നിൽ അഴിഞ്ഞാടി നടന്ന് ജീവിച്ചിട്ട് എന്താണ് നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പൈസ മാത്രം. അവസാനം ഈ പൈസ കൊണ്ട് നികത്താൻ പറ്റാത്ത പലതും നമ്മുടെ ലൈഫിൽ ഒന്ന് ചേരും. അപ്പോഴേ ഇതിൻ്റെയൊക്കെ അർത്ഥം പിടിക്കത്തുള്ളൂ, മനസ്സിലാക്കത്തുള്ളൂ. രേണുസുതി മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. ഇനി രേണുസുതിയുടെ ഏത് വീഡിയോ ഇട്ടാലും ലക്ഷക്കണക്കിന് വ്യൂ എന്ന് പറയുന്ന രേണുസുതിയുടെ ഒരു ആൽബം എന്തോന്ന് ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസിന്റെ ഐ ലവ് യു മിനിക്കുട്ടി അനുരാഗക്കാറ്റ് ആൽബത്തിന് എന്തുകൊണ്ട് 10-11 ദിവസം കഴിഞ്ഞിട്ടും 25,000 വ്യൂവേ ഉള്ളൂ? രേണുസുതിയെ വലിച്ചീറി ഒട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടും 30,000 വ്യൂ ഒരു ദിവസത്തിൽ. അതാണ് അവസ്ഥ. അതെന്തുകൊണ്ടാണ്? നിന്റെ വീഡിയോസ് കാണാനോ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും കൂടെ താല്പര്യമില്ല. അത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇത്രയും വ്യൂ ഉള്ള ഈ ഒരു അനുരാഗക്കാറ്റിനൊന്നും ലൈക്ക് പോലുമില്ല. കാരണം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല വന്ന് കാണുന്നത്. പിന്നെ നിന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് കാണാനാണ് ആൾക്കാർ കൂടുതൽ. അതെന്തുകൊണ്ടാണെന്ന് ഇരുന്ന് ചിന്തിക്ക്. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവും. എനിക്കതേ പറയാനുള്ളൂ. അല്ലാതെ നീ ഈ ബഹുലോകത്തൊന്ന് നശിച്ച് നാറാടാ ചത്തു തെളിഞ്ഞു പോകണമെന്നൊന്നും ഞാൻ പറയത്തില്ല. അത് ആഗ്രഹിക്കുന്നവരുണ്ട്. അത് ആൾക്കാർ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ അത്രയ്ക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ ഉണ്ടാക്കി വെച്ച നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നിന്നെ ഈ തരത്തിൽ എത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാനുള്ളിലുള്ള രസമോ അന്തമാതിരി. എന്തായാലും ഇതിന്റെ താഴത്തെ കമന്റ്സ് ഞാൻ കുറച്ച് കൊടുക്കാം കേട്ടോ. വ്യൂസ് മാത്രമേ ഉള്ളൂ, 500 ലൈക്ക് പോലും വന്നില്ലല്ലോ. നന്ദി, സ്നേഹം, കൺഗ്രാറ്റ്സ്. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് അറിയാൻ വന്നതാ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരെടുത്തിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. ഒരാവശ്യമില്ല. ഇതൊക്കെ ഇറന്നു മനസ്സിലാണ്. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ അനുരാഗക്കാറ്റിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. പെണ്ണ് 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 ഹാ പെണ്ണ് 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 ഹാ പെണ്ണ് 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 തീയിൽ കുരുത്തൊരു പെണ്ണ്. OMV എഴുതൂ ഇതുപോലെ, അടൂർ ബാസി എഴുതൂ ഇതുപോലെ, ലാലട്ടൻ എഴുതൂ ഇതുപോലെ. നെഞ്ചിനകത്ത് രേണുസുതി, നെഞ്ചി വിരിച്ച് രേണുസുതി, മീശ മുറുക്കി രേണുസുതി. ഹോ, ഒന്നും പറയല്ല. വെയിലത്ത് വാടാത്ത പെണ്ണ്, ചന്ദ്രന്റെ മുകളില് ഏറലായ പെണ്ണ്, അങ്ങനെയൊക്കെ വരി എഴുതാം. അതൊക്കെയാണ് കറക്റ്റ്. പീലിയിലാണോ തീയിലാണ്, എവിടെ കുരുത്തൊരു പെണ്ണ്. ഓ സീൻ കൺമണി അൻപോട് കാതലിൽ என்றாலும் കവിതയേ. ഓ സീൻ പെണ്ണ് പെണ്ണ് അടിച്ചായി. ഓ പെണ്ണ് 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 സുന്ദരി പെണ്ണ്. ഞാൻ അടിച്ചായി പാട്ടിന്. എന്ത് ഫയറാടാ വായിക്കുന്നത്? ഇല്ല, ആരോഗ്യം. ഓക്കെ, ആയിക്കോട്ടെ. ഓ സീൻ ഓ ഈ പപ്പടം പോലത്തെ ഡ്രസ്, ഈ പപ്പട വള്ളി ഇട്ടോണ്ട് പോയത് ഇതിനായിരുന്നല്ലേ? ബാ നോക്കട്ടെ. ഇതേവൻ വന്ന്. ഓ സീൻ. ഇത് മറ്റേ പൂജാരിയാണ്. എന്താണ് കാറിനകത്ത് കുൽസിതമോ? സമ്മതിക്കില്ല മല്ലയ്യ ഞാൻ ജീവിച്ചിരിക്കുമ്പോ. എന്തോ സംഭവിക്കാൻ പോകുന്നു. എന്തോ ഓ എവിടെ കോളം ബീച്ചാടെ? വളരെ ഹാപ്പിയാണ് തന്നെ കണ്ട നിമിഷം. ഞാൻ ഹാപ്പി, നീ ഹാപ്പി, നമ്മൾ തമ്മിൽ മുഖം ചേർന്നാൽ മൗതം ഹാപ്പി. പറ. ഭയങ്കര ഹാപ്പിയാണ്. കുറെ നാൾക്ക് ശേഷം ഞാൻ കുറെ ചിരിച്ചു. ആണോ? ഇതുവരെ എവിടെ ആയിരുന്നു ചിരിക്കാതെ? നമ്മള് മൊത്തം ചിരി ഏറിലായിരുന്നല്ലേ, പിന്നെ എന്തിട്ടിപ്പോ ചിരി? എല്ലാ വേദനയും മറന്നിട്ട്. ഒച്ചോടാ.
പലപ്പോഴുമുള്ള എൻ്റെ പെരുമാറ്റം ഒരുപാട് ദേഷ്യം പിടിപ്പിച്ചു എന്ന് എനിക്കറിയാം. ഓ യാ, ജെയിംസിന്റെ മനസ്സ് ഞാൻ പലപ്പോഴും അറിയാതെ പോയി. നീക്ക് രണ്ടും കൂടി എഴുതി വെച്ച ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയിരുന്ന് വായിക്കണം. ഇതാണ് അതിന്റെ അനുവിനെയൊക്കെ കാറ്റ്. ഇത് കോണാത്തിലെ കാറ്റായിപ്പോയി. അങ്ങനെയൊന്നുമല്ല. ഒരു പെണ്ണിനെ ഒരു പുരുഷനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയും. അത് ഞാനാ. അപ്പൊ എങ്ങനെയാടാ മറ്റേ ലബനീസുകള്? നീ അങ്ങനെയൊന്നും പറയാതെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി വാദിക്കാൻ വരും. ആര്? ലബനീസുകള്. മറ്റവര് മഴവിൽ കൊടിയേന്തിയ മക്കൾ. മനസ്സിലാക്കാത്ത PH മാസ്. ഞാനാ ജെയിംസിന്റെ മനസ്സ് കാണാതെ പോയത്. ഓ ജെയിംസിന്റെ മനസ്സ് കാണാതെ പോയ രേണു സുധി കണ്ടില്ലേ ഇപ്പൊ മനസ്സും. മണ്ണും മഴയും പ്രേമിച്ചിടുമ്പോൾ കാറ്റും കോളും എങ്ങനെ പോയി അത മാതിരി. ഫസ്റ്റാ ഓയാ. കവിതയാ? എന്ത് തീട്ടോടാ വരികൾ. സ്നേഹിക്കുമ്പോൾ മതിയടാ. നിന്റെ കുൽസിതം തുടങ്ങട്ടെ. കുൽസിതം എവിടെ നിന്നാണ് തുടങ്ങുക? നമുക്കതാണ് ആവശ്യം. വാ, റൂം എടുത്തു. പോ ഇത് രേണു സുധി അല്ലേ? മലയാള സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് താരം രേണു സുധി. മലയാള ബിഗ് ബോസ് സീസൺ എത്ര? ഏതോ 8 7 രേണു സുധി അല്ലേ? അച്ചോടാ, കോപ്പിലെ ഡയലോഗായിപ്പോയി. ഒന്ന് ഓർത്തോട്ടെ, താൻ വിഷ്ണു നിങ്ങൾ ഒന്നിച്ചുള്ള റീതി ഞാൻ കണ്ടുണ്ട്. അപ്പൊ അവരല്ലേ ഇവര്? 24 മണിക്കൂർ ഈ മൊബൈൽ ഈ പറട്ടക്കളവനാണ് ഡയറക്ടർ. കുത്തി എന്റെ മുല്ലേക്കൽ അമ്മേ എനിക്ക് വട്ടായോ? അത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഇത് എടുത്തപ്പോഴേ എനിക്ക് തോന്നുന്നു എനിക്ക് വട്ടായിരിക്കും എന്നറിയാ. സത്യം അറിയാം അപ്പൂപ്പ. ഞാൻ ജോത്സ്യം പറഞ്ഞത് ശരിയാ. എനിക്കിപ്പോ ശനിദശയാ. എനിക്ക് കോണത്തില് ദശ. എന്റെ ഭഗവതിയെ എന്നെ കാക്കണേ. കാത്തേര. അനുരാഗക്കാറ്റ്. എടാ റൂം എടുത്തിട്ട് ഞാൻ ആലോചിക്കുന്നതല്ല. എന്തായാലും റൂം എടുത്ത് അതിൻ്റെ അകത്ത് പ്ലഗ് കൂടെ. പുറത്തിറങ്ങിയിട്ട് കാറിൻ്റെ അകത്ത് പ്ലഗ് ചെയ്ത് എന്തുവാടാ? നീ ഫാന്റസി പിടിക്കുന്നതാണ് തോന്നി. പോകാതെ പോണ രേണു. പോവല്ലേടി രേണു. പോയാ? അയ്യോ പിണക്കമാണോ? നീ എന്താ ഒട്ടിച്ചു? നിന്നെ കുണ്ടി ഒട്ടിച്ചു വെച്ചിങ്ങനെ അവിടെ. അനങ്ങണല്ലോ നീ. കേറിയ സ്ഥലമല്ലേ, എല്ലാം മറന്നു. ജെയിംസ് ബോണ്ട് ഷിറ്റോ, ഷെർലക് ഹോംസ് ഷിറ്റോ. അപ്പൊ ഇനി വീട്ടിൽ പോകുന്നില്ലേ? പോണ്ടില്ലടാ ബാട്ടാ. ഒയ്യാ സമയം ഒരുപാടായി. നമുക്ക് വീട്ടിൽ പോണ്ട. നമുക്ക് സീൻ പിടിക്കാം. പറ്റത്തില്ലടി കൊച്ചു കുറുമ്പി. എനിക്ക് ജെയിംസിനോട് ഒരു കാര്യം പറയാനുണ്ട്. പറയടി മുത്തേ. എന്നാ കാറിലോട്ടിരിക്കാം. എടാ അങ്ങനെയല്ല അപ്പോഴും പറയണ്ട. ജെയിംസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയടി മുത്തേ. എന്താടി തക്കോട് പറയടി. എന്താ മോളെ? നീ പറ മോളെ. അങ്ങനെ പറ. നമുക്ക് കാറി ഇരിക്കാന്നല്ല, നമുക്ക് റൂമിൽ ഇരിക്കാം. അങ്ങനെ പറയടാ കുട്ടാ. അതല്ലേ അതിൻ്റെ ഒരു ഉഷാറ്. പറയടാ കാറി. വരുന്നതൊക്കെ കൊള്ളാം. ഒരു നിമിഷം പോലും എന്നെ പിരിഞ്ഞിരിക്കണേ നല്ല അടി വെച്ചിരുന്നു. അച്ഛടാ ഒരിക്കലും ഞാൻ വിട്ടുപിരിഞ്ഞു പോകുന്നില്ല. ഇന്ന് ജെയിംസിന് സ്വന്തമാണ്. കട്ടിക്കട കണ്ണ, കട്ടിക്കട കണ്ണ, കട്ടിക്കട ജെയിംസ്. ഒരു ജി ഹരികൃഷ്ണൻ തമ്പി സിനിമ. ഒരു ജി ഹരികൃഷ്ണൻ കമ്പി സിനിമ. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. പോട്ടെ. ജെയിംസിന്റെ കുളിച്ചത് രേണുവിന്റെ നീരാട്ട്. അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഷോർട്ട് ഫിലിം റിയാക്ഷൻ
കണ്ടല്ലോ എൻ്റെ ഷോർട്ട് ഫിലിം റിയാക്ഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇങ്ങനെയൊക്കെ റിയേറ്റ് അറിയാം. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് ആഖ്യാനപരമായിട്ട് ഡയറക്ടർ കമ്പറ്റൻസ് എടുത്ത് വെച്ച് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. എനിക്കറിയാവുന്നല്ലേ ഞാൻ സംസാരിക്കുള്ളൂ. എന്തായാലും അപരാധമായാലും ഞാൻ സംസാരിച്ചില്ലേ, അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി നെഞ്ചിൽ കൂടിയിരിക്കും. എന്തായാലും രേണു, നിന്റെ ആ ഒരു റീലെന്ന് എന്തോ നല്ല വിഷമമുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവില്ലെന്നറിയാം. എനിക്ക് ചുമ്മാ എൻ്റെ ഒരു സമ്മാനത്തിന്, എൻ്റെ ഒരു സന്തോഷത്തിന്, നാട്ടുകാരുടെ സന്തോഷത്തിന് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരി, കാണാം. അപ്പോൾ എന്താ വേറെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പി ഇപ്പോൾ ഏത് മാസം? ഹാപ്പി ജൂണാ ജൂലൈ ഏതരെ? മെയ് അല്ലേ? ഹാപ്പി മെയ്. ഓക്കെ, ബൈ.